നമ്മുടെ സാധാരണ ഭാഷയിൽ 50 വർഷം പൂർത്തിയാക്കുമ്പോൾ അതിന് ജൂബിലി എന്നാണ് പറയുക. ഇപ്പോൾ നമുക്കറിയാം, സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വ്യക്തികളുമൊക്കെ ജൂബിലി ആഘോഷിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിലെ നിർണായകമായ ചില വഴിത്തിരിവുകളാണ് ആ ജൂബിലിക്ക് കാരണമാകുന്നത്. എന്നാൽ എല്ലാവർക്കും അറിയാം, ഈ ജൂബിലി എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ നിന്ന് വരുന്നതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും സ്വാധീനിച്ച ഒരു തിരുവചന ആശയം ജൂബിലി എന്നുള്ളതാണ്. ഞാനതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കൊള്ളാം. നിങ്ങൾ ലേവ്യ പുസ്തകവും ആവർത്തന പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ ജൂബിലി എന്നുള്ള ആശയം പറയുന്നുണ്ട്. പ്രധാനമായും ലേവ്യ പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം അതിന് അടിസ്ഥാനമാണ്. നിങ്ങൾക്ക് വേദപുസ്തകം പരിചയമുള്ളതുകൊണ്ട് അറിയാം, പഴയ തർജ്ജമയിലൊക്കെ വിമോചനത്തിൻ്റെ സംവത്സരം, ദി ഇയർ ഓഫ് ലിബറേഷൻ എന്നാണ് തർജ്ജമ കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ജൂബിലി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് യോവേൽ എന്നുള്ള ഹീബ്രു വാക്കിൽ നിന്ന് വരുന്നതാണെന്നും നിങ്ങൾക്ക് അറിയാം. യോവേൽ എന്ന് പറഞ്ഞാൽ ഒരാട്, മുട്ടനാട് ആണ് ആ വാക്കിൻ്റെ അർത്ഥങ്ങളിലൊന്ന്. കാരണം ജൂബിലി വർഷം വരുമ്പോൾ അത് അനൗൺസ് ചെയ്യണം, അത് പ്രഖ്യാപിക്കണം പുരോഹിതന്മാർ യെരൂശലേം ദേവാലയത്തിൽ. അതിന് ഉപയോഗിക്കുന്നത് ഈ കാഹളധ്വനിയാണ്. ആടിൻ്റെ വളഞ്ഞിരിക്കുന്ന കൊമ്പ് അത് ഉപകരണമായി ഉപയോഗിച്ച് ജൂബിലി വർഷം അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ വാക്ക് പിന്നെ ഇംഗ്ലീഷിൽ ജൂബിലി എന്നുള്ള വാക്കായി മാറിയത്. ഇപ്പോഴത് മതവുമായിട്ട് ബന്ധവുമൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ആളുകൾ, പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നു. 1-2-3 കാര്യങ്ങൾ മാത്രം ഇതേക്കുറിച്ച് സൂചിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായിട്ട് ആ വാക്കിന് വിമോചന സംവത്സരം, ദ ഇയർ ഓഫ് ലിബറേഷൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് പലതരത്തിൽ അവർ കണക്ക് കൂട്ടും. വർഷം മാത്രമല്ല, ആഴ്ചയുണ്ട്, മാസങ്ങളുണ്ട്, വർഷവുമുണ്ട്. ആഴ്ചയിൽ 7 ദിവസമാണെങ്കിൽ 7-ാമത്തെ ദിവസം ശാബതാണ്, വിശ്രമമാണ്. അതൊരുതരം വിമോചനം കൂടിയാണ്. കാരണം മനുഷ്യർ അവരുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിക്കുന്നു. മൃഗങ്ങളെ ഉപയോഗിച്ച് കൃഷി നടത്തുന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങളെ അന്ന് നുകം വെക്കാതെ അതിന് ഭക്ഷണം കൊടുത്ത് അതിന് വിശ്രമം കൊടുക്കുന്നു. ഭൂമിക്ക് വിശ്രമം കൊടുക്കുന്നു. കാരണം അന്ന് ഭൂമിയെ നമ്മൾ ഇളക്കി മറിക്കുന്നില്ല, അതിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാതെ അതിന് ശാന്തമായ അന്തരീക്ഷം കൊടുക്കുകയാണ്. അപ്പം റെസ്റ്റ് ടു ഹ്യൂമൻ ബീയിങ്സ്, റെസ്റ്റ് ടു ആനിമൽസ് ആൻഡ് ബേർഡ്സ്, റെസ്റ്റ് ടു ദി എർത്ത്. ഇത് 3ഉം അതിൻ്റെ അകത്ത് പ്രധാനമാണ്. അപ്പോൾ അത് ദിവസങ്ങളുടെ കണക്കനുസരിച്ച് അങ്ങനെയാണ്. പിന്നെ 7 ആഴ്ചകൾ കൂടുമ്പോൾ 49 കഴിഞ്ഞ് 50-ാം ആഴ്ച വരുമ്പോൾ അതും ജൂബിലിയാണ്. ആ ശാബത്തും ജൂബിലിയാണ്. പിന്നെ വർഷങ്ങളുടെ കണക്കുണ്ട്. 7 വർഷങ്ങൾ, അതായത് 7 49 വർഷം കൂടുമ്പോൾ അതിനുശേഷം വരുന്ന 50-ാം വർഷം ജൂബിലിയാണ്. ഈ 3 സന്ദർഭങ്ങളിലും, അത് ദിവസക്കണക്കാണെങ്കിലും മാസക്കണക്കാണെങ്കിലും വർഷക്കണക്കാണെങ്കിലും, അത് വിമോചനത്തിൻ്റെ സന്ദർഭമാണ്. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണമെന്ന് കർത്താവ് ആദ്യ പിതാക്കളോട് കൽപ്പിച്ചതിൻ്റെ ഒരു അനുരണനമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ അതിന് കൂടുതൽ അർത്ഥങ്ങൾ പിന്നീട് കൊടുക്കുന്നുണ്ട്. യഹൂദന്മാരും ക്രിസ്തീയ സഭയും കൊടുക്കുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിലെ ജൂബിലി നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അവിടെ വിമോചനം, ക്ഷമ ഇത് പ്രധാനമാണ്. ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ
അത് 50 വർഷമാകുമ്പോൾ അവനപ്പോഴും ദരിദ്രനാണ് എങ്കിൽ, അവന് കടം വീട്ടാൻ വകയില്ലെങ്കിൽ കടം കൊടുത്തവൻ ആ കടം ഇളച്ചു കൊടുക്കണം. ആരുടെയെങ്കിലും ഭൂമി കൃഷി ചെയ്യാനായിട്ട് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെയും ഇളച്ചു കൊടുക്കണം, ആ ഭൂമി അയാൾക്ക് കൊടുക്കണം. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും ഭൂമി തീരെഴുതി കൊടുക്കാനായിട്ട് അധികാരമില്ല. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമി മനുഷ്യർക്ക് വിറ്റ് സ്ഥിരമായി വിൽക്കാനുള്ളതല്ല. അത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാം. ദൈവത്തിൻ്റെതാണെന്ന് ഓർത്തുകൊണ്ട് പരസ്പരം കൈമാറ്റം ചെയ്യുകയും കൃഷി ചെയ്യുകയും ചെയ്യാം. നിങ്ങളിവിടെ പരദേശികളാണ്, നിങ്ങളിവിടെ യാത്രക്കാരാണ്, നിങ്ങൾക്ക് ഇതിന്മേൽ അവകാശമില്ല, ജന്മാവകാശമില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ അടിമകളുണ്ടെങ്കിൽ അവരെ വിമോചിപ്പിക്കണം. അത് കടമടച്ചു കൊടുക്കുക. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. ഇങ്ങനെ ഒത്തിരിയേറെ ഈ ക്ഷമയുടെയും ഇളവിൻ്റെയും ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഞാനതിലേക്ക് ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ദീർഘമായിട്ട് കടക്കുന്നില്ല. ലേവ്യ പുസ്തകം 25-ാം അധ്യായവും അതുപോലെ ആവർത്തന പുസ്തകം 15-ാം അധ്യായമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ആശയമാണ് കർത്താവിനെ വളരെ സ്വാധീനിച്ചത്. നമ്മളത് സാധാരണ പുതിയ നിയമം വായിക്കുമ്പോൾ എടുത്തു പറയാറില്ല. പക്ഷേ നമ്മളത് സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാകും. ജൂബിലി ഇയർ, ദി ഐഡിയ ഓഫ് ജൂബിലി, ദി ഐഡിയ ഓഫ് ലിബറേഷൻ ഹാസ് സ്ട്രൈക്കിംഗ്ലി ഇൻഫ്ലുവൻസ്ഡ് ജീസസ് ഇൻ ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ് മിനിസ്ട്രി. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം 4-ാം അധ്യായത്തിൽ 18-ാം വാക്യം മുതൽ പറയുന്നു, അവൻ 16-ാം വാക്യത്തിൽ അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശാബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ഇങ്ങനെ വായിച്ചു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിൻ്റെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെയൊക്കെയും വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ആ പ്രസാദ വർഷമാണ് ജൂബിലി വർഷം. അതാണ് വിമോചന സംവത്സരം, ഇയർ ഓഫ് ലിബറേഷൻ. പ്രസാദ വർഷം എന്നുള്ളത് ഇയർ ഓഫ് ഗ്രേസ്, ദൈവപ്രസാദത്തിൻ്റെ ദൈവകരുണയുടെ വർഷമെന്നും ഉള്ള അർത്ഥമുണ്ട്. ഇതാണ് കർത്താവിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം. സെമിനാരിലൊക്കെ പഠിക്കുമ്പം നാസറത്ത് മാനിഫെസ്റ്റോ എന്നൊക്കെ പറഞ്ഞ് വാക്കുകളൊക്കെ അതിന് കൊടുക്കാറുണ്ട്. കർത്താവ് മാമോദിസ കഴിഞ്ഞ് തിരിച്ചു വന്ന് മരുഭൂമിയിൽ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്വന്തം പള്ളിയിൽ നാസറേത്തിലെ സിനഗോഗിൽ ചെന്നപ്പോഴാണ് ഇത് വായിക്കുന്നത്. ആ വായന കർത്താവ് സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല. അവന് എടുത്തു കൊടുത്ത പുസ്തകം അന്നത്തെ ക്രമമനുസരിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 61-ാം അധ്യായത്തിൽ നിന്നാണ് കർത്താവ് അത് വായിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ട ആ പുസ്തകത്തിൻ്റെ സാരാംശം ഈ ജൂബിലിയാണ്. ഈ ജൂബിലിയിലൂടെയാണ് നീതിയും സമാധാനവും സ്നേഹവുമുള്ള ഒരു സമൂഹത്തെ കർത്താവ് ദർശിച്ചത്. ദൈവരാജ്യം എന്ന് കർത്താവ് അതിന് പേര് കൊടുക്കുന്നുണ്ട്. നിൻ്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ജൂബിലി വർഷമാണ് അതിൻ്റെ പുറകിലുള്ളത്. അതായത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, ഏതെങ്കിലും തരത്തിൽ പീഡ അനുഭവിക്കുന്നവർക്ക്, കാരാഗൃഹങ്ങളിൽ വസിക്കുന്നവർക്ക് വിമോചനം. ഇത് അക്ഷരീയമായിട്ട് നമ്മൾ എടുക്കാം. ഇതിൻ്റെ അർത്ഥം പ്രതീകാത്മകമായിട്ട് സിംബോളിക്കായിട്ടും എടുക്കാം. കർത്താവ് കുരുടന്മാർക്ക് സൗഖ്യം കാഴ്ച കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സുവിശേഷങ്ങളിൽ. കർത്താവ് കൂനിയായ സ്ത്രീയെ അവരുടെ ബദ്ധതയിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അതും ഇവിടെ കാണാം നമുക്ക്. അങ്ങനെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, കർത്താവ് ഉപയോഗിക്കുന്ന ഉപമകളും എല്ലാം തന്നെ ഇവിടെ നിന്നാണ്.
ഒരു കാര്യം ഓർക്കണം, യഹൂദന്മാർ ജൂബിലി ആഘോഷിക്കുമ്പോൾ അവർ യഹൂദന്മാരുടെ ആ ജനതയെക്കുറിച്ച് മാത്രമേ, അവരുടെ വംശത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പരദേശികളെക്കുറിച്ച് പറയുന്നുണ്ട്, അവരെ പീഡിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരു പരദേശി കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് അത് തിരിച്ചു വാങ്ങിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പം അവരുടെ സ്വന്തം ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ ജൂബിലി സമ്പ്രദായം കൊണ്ടുവന്നത്. നമുക്കിടയിൽ ഒരു ദരിദ്രന് ഉണ്ടാകരുത്, അതും പറയുന്നുണ്ട് അവിടെ. അപ്പം ഒരു ദരിദ്രന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൂടെ കൂടെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ നമ്മൾ പുനരവലോകനം ചെയ്യണം. എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തണം. അപ്പോഴാണ് നീതി ഉണ്ടാകുന്നത്. നല്ലൊരു ആശയമാണ്, വളരെ മഹത്തായ ഒരാശയമാണ്. കർത്താവിനെ സ്വാധീനിച്ചു. കർത്താവിൻ്റെ ആ സുവിശേഷത്തിൽ നിന്നാണ് വാസ്തവത്തിൽ പിന്നീടുണ്ടായ പല സാമൂഹ്യ വിപ്ലവങ്ങളും. അതവരെ എടുത്തു പറയുകയില്ല. ഫ്രഞ്ച് വിപ്ലവം, അല്ലെങ്കിൽ റഷ്യയിലുണ്ടായ ഒക്ടോബർ വിപ്ലവം, ഇതൊക്കെ സുവിശേഷപരമായ ചില ഉൾക്കാഴ്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതിങ്ങനെ അടിയിൽ കിടപ്പുണ്ട് അത്. പക്ഷേ അത് ഫ്രഞ്ച് വിപ്ലവമോ മതത്തിനെതിരായി. ഫ്രഞ്ച് വിപ്ലവവും ഒക്ടോബർ റവല്യൂഷനും മതത്തിനും, അന്ന് മതത്തിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും കാണിച്ചു കൊണ്ടിരുന്ന കത്തോലിക്ക സഭയ്ക്കും റഷ്യയിലെ ഓർത്തഡോക്സ് സഭയ്ക്കും എതിരായ വിപ്ലവങ്ങൾ, അത് ബാഹ്യമായ മതത്തിനെതിരായിട്ടാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സുവിശേഷത്തിൻ്റെ ശക്തിയും വെളിച്ചവും ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. അതിലേക്കും ദീർഘമായിട്ട് പോകുന്നില്ല. രണ്ടാമതായിട്ട്, ഈ വിമോചനത്തിൻ്റെ സംവത്സരം സകലത്തെയും ഉടച്ചു വാർക്കുകയാണ്. നമ്മൾ ഉടച്ചു വാർക്കുക എന്ന് പറഞ്ഞാൽ റീ ഓർഡർ ചെയ്യുക, പുനഃക്രമീകരിക്കുക, റീ അസംബിൾ ചെയ്യുക. എല്ലാം തകർന്നു പോയി, അതിനെ വീണ്ടും നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ്. എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം മനസ്സിൽ സജീവമായതുകൊണ്ട് ഞാൻ അതത് സൂചിപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്ത് നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പേരിൽ ഒരു അക്കാഡമിക് ചെയറുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ചുമതല എന്നെയാണ് യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഫാക്കൽറ്റിയോട് ചേർന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നമുക്കത് ചെയറിൻ്റെ പ്രത്യേക രീതി അനുസരിച്ച് പല കോൺഫറൻസുകളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കാം. അതിന് ചുമതലയുള്ള ആളുകൾ പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ച് അവിടെ ലെക്ചേഴ്സ് കൊടുക്കേണ്ടി വരും. അതിന് പരീക്ഷയോ ഒന്നുമില്ല, അത് ഫ്രീ ചെയറാണ്. ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ഇന്നലെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ്, ജനുവരി 30. അപ്പോൾ ഒരു ആശയം അവിടുത്തെ എൻ്റെ സഹപ്രവർത്തകർ, അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ അടുത്ത് വെച്ചു. അതവരെ സ്വീകരിച്ചു. നമുക്ക് ഒരു ഗാന്ധി സ്മൃതിയായിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് അതിൻ്റെ 4 കെട്ടിൻ്റെ ഗാർഡനിൽ വെക്കണമെന്ന് ഒരു 2 മാസം മുൻപ് സൂചിപ്പിച്ചിരുന്നു. അവരത് സ്വീകരിച്ചു. എൻ്റെ എളിയ ചില താല്പര്യങ്ങളും കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് കലമരം എന്നുള്ള പേരിൽ ഒരു 13.5 അടി പൊക്കമുള്ള ഒരു മരം മേസ്തിരിമാരെ കൊണ്ട് ഉണ്ടാക്കിച്ചു. ആ മരത്തിന്മേൽ ഈ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പോട്ടറി ഐറ്റംസ് മാത്രം പലതരത്തിൽ അതിൽ വിന്യസനം ചെയ്തു. ചില ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതിൽ ചെയ്തു. അപ്പം താഴെ മുതൽ മുകളിൽ വരെ നോക്കുമ്പം മനുഷ്യ സംസ്കാരത്തിൻ്റെ പരിണാമത്തിൻ്റെ ഒരു ചെറിയ സൂചന കിട്ടും. കാരണം നിങ്ങൾ ലോകത്തിൽ എവിടെ കുഴിച്ചു നോക്കിയാലും, മനുഷ്യ അധിവാസമുള്ള ഏത് സ്ഥലത്ത് കുഴിച്ചു നോക്കിയാലും, ആർക്കിയോളജിസ്റ്റ് നോക്കിയാലും ആദ്യം കാണുന്നൊരു സംഗതി ഈ പൊട്ടിപ്പോയ ചട്ടിയുടെയും കലത്തിൻ്റെയും കഷ്ണങ്ങളാണ്, പോട്ട് ഷേഡ്സാണ്. അത് നിങ്ങൾക്കറിയാം. അതാണ് പ്രധാനപ്പെട്ട സംഗതി. അത് തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർ 30,000 വർഷമെന്ന് പറയും. എൻ്റെ എളിയ വിശ്വാസം അനുസരിച്ച് അതൊന്നും അല്ല. ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുൻപുള്ള നിയാൻഡർതാൽ മനുഷ്യരും അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ എളുപ്പമാണ്. ചവിട്ടി നടക്കുന്നത് ചെളി കാണുന്നു, ആ ചെളി ഉണങ്ങുമ്പോൾ അതിൽ വെള്ളം കിടക്കുന്നു. അവരെടുത്ത് കൈകൊണ്ട് തന്നെ ഒരു പാത്രം അവർക്കുണ്ടാക്കാം, അതിൽ വെള്ളം ശേഖരിക്കാം, ഭക്ഷണം വെക്കാം, വിത്തുകൾ ശേഖരിക്കാം. ഇങ്ങനെ പല സംഗതികളുണ്ട്. യൂട്ടിലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈ പരിണാമവും മഹാത്മാഗാന്ധി കൈത്തൊഴിൽ
അഭ്യസിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം. വില്ലേജ് ഇൻഡസ്ട്രി എന്നും ഹാൻഡിക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചർക്ക മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ സൂചനയായിട്ട് കൂടി ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് 1 മാസത്തെ അധ്വാനത്തിന് ശേഷം അങ്ങനെ ഒരു മരം സൃഷ്ടിക്കപ്പെട്ടു. ഇന്നലെ അതിൻ്റെ അൺവെയിലിംഗ്, അനാച്ഛാദനം വൈസ് ചാൻസലർ വന്ന് നടത്തി. ഫാക്കൽറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും കുറച്ച് അതിഥികളും ഉണ്ടായിരുന്നു. ആ കൂടെ ഒരു നമ്മൾ കുശവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുംഭാരൻ എന്ന് പറയുന്ന ഒരു പോട്ടറെ കൂടി വിളിച്ചു. ട്രഡീഷണൽ ആർട്ടിസനാണ്. അദ്ദേഹത്തിൻ്റെ ശേഷം ആ ലൈനിൽ ആരുമില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതായത് പോട്ടേഴ്സ് വീൽ കറക്കിയിട്ട് ചെളി വാരി, അതായത് നമ്മൾ കളിമണ്ണ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് പെട്ടെന്ന് പാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മനോഹരമായ പാത്രങ്ങൾ, അതിൻ്റെ വളവും അതിൻ്റെ വരകളും എല്ലാം തന്നെ ഏതാനും മിനിറ്റ് കൊണ്ട് ശരിയാക്കിയെടുക്കും. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്നു. ഈ കലമരത്തിൻ്റെ കൂടെ തന്നെ ഇതും വെച്ചുകൊണ്ട് ആ ഉണ്ണി എന്ന് വിളിക്കുന്ന കുശവൻ വളരെ ഭംഗിയായിട്ട് അത് പ്രായമുള്ള ആളാണ്, അദ്ദേഹം അത് കാണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം താല്പര്യം. അപ്പോൾ ഞാനെന്ത് ചോദിച്ചു, ഇത് ആദ്യമായിട്ട് കാണുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അവിടെ നിന്ന് മിക്കവാറും ആളുകൾ കൈപൊക്കി. അവരാദ്യമായിട്ടാണ് ഈ മഹത്തായ കല കാണുന്നത്. വലിയ കലയായത്, അതിപുരാതനമായ കലയാണ്, മനുഷ്യൻ്റെ ആദ്യത്തെ കലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ സീറ്റിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്നും മടിക്കും. അപ്പം ഞാൻ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാനിരുന്ന് അയാളെൻ്റെ ചെളി തന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് പെട്ടെന്ന് അത് പാളിപ്പോയി. കാരണം അതിന് വലിയ ആർട്ടാണത്. അതിന് എത്രയോ നാളത്തെ പരിശീലനം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൈകൊട്ടി ചിരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു സാരമില്ല, അത് വീണ്ടും ഉടച്ച് ഒരു മണ്ണ് ആക്കണം, ഉരുളയാക്കണമെന്ന് പറഞ്ഞു. തെറ്റിപ്പോയത് കുഴപ്പമില്ല, അതൊന്ന് വീണ്ടും കുഴച്ച് മണ്ണാക്കി അത് ഉരുളയാക്കിയിട്ട് വീണ്ടും കറക്കുക. വീണ്ടും അപ്പം നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ ഭാവന അനുസരിച്ച് വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. അതായത് ഉണ്ടാക്കി കാണിച്ചത്. ഇതാണ് റീ ഓർഡറിങ് എന്ന് പറയുന്നത്. ഒരു സമൂഹം 50 വർഷമാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി കറപ്ഷൻസ് ഉണ്ടാകാം, അതിൻ്റെ അകത്ത് അനീതി ഉണ്ടാകാം, അഴിമതി ഉണ്ടാകാം. അത് സ്ഥാപനങ്ങളിലുണ്ടാകാം, സഭയ്ക്കകത്തുണ്ടാകാം, വലിയ ക്ഷേത്രങ്ങളിലുണ്ടാകാം, നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇതൊക്കെ അഴിമതി ഉണ്ടാകാം. അതിനെ പുനരവലോകനം ചെയ്യുക, അതിനെ റീ ഓർഡർ ചെയ്യുക, ഒന്ന് തച്ചുടച്ച് കളഞ്ഞിട്ട് വീണ്ടും അതിനെ വെറും മണ്ണിൻ്റെ ഉരുളയാക്കിയിട്ട് ഇത്തിരി വെള്ളം തൊട്ട് വീണ്ടും നിങ്ങൾ വീല് കറക്കുക. ദാറ്റ് ഈസ് റീക്രിയേറ്റിംഗ്, റീ ഓർഡറിങ്. ഇതിപ്പം ഞാൻ മണ്ണിൻ്റെ ഉദാഹരണം പറഞ്ഞു. സമൂഹത്തിനും ക്രിസ്തീയ സഭയ്ക്കും എല്ലാ മതങ്ങൾക്കും ഈ റീ ഓർഡറിങ് ആവശ്യമാണ്, ഫ്രം ടൈം ടു ടൈം. അതുകൊണ്ടാണ് ഈ 7-7-49 എന്നൊക്കെ അവർ കണക്കാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് അതൊരു മഹത്തായ ഒരു ആശയമാണ്. പക്ഷേ അതിനെ തെറ്റായി മനസ്സിലാക്കുകയും അതിനെ മറികടക്കാനായിട്ട് സൂത്രങ്ങൾ മെനയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യഹൂദന്മാരും. ഈ റീ ഓർഡറിങ് നിങ്ങൾക്കറിയാം. അത് മൂന്നാമതായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഒരു അമേരിക്കയിൽ ഇലക്ഷനിലൂടെ ഒരു പ്രസിഡന്റ് വന്നാൽ ആദ്യകാലം മുതൽ ആ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിയേറ്റ് എ ന്യൂ വേൾഡ് ഓർഡർ എന്നാണ്. അങ്ങനെ ആ വാക്ക് അവരുപയോഗിക്കുന്നത്, ക്രിയേറ്റിംഗ് എ ന്യൂ വേൾഡ് ഓർഡർ. അപ്പം പഴയ കാലത്ത് എബ്രഹാം ലിങ്കൻ്റെ കാലം മുതലൊക്കെ അത് ഈ സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ്. സത്യവും നീതിയും നിലനിൽക്കുന്ന ഒരു സമൂഹം, നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു ലോകക്രമം, ഇതിനു വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്താണ് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒരു വിധത്തിൽ പറഞ്ഞാൽ പരിഹാസ്യമാണ്. അതേസമയം തന്നെ അതീവ ശക്തിയുള്ള ഒരു രാജ്യമായതുകൊണ്ട്, സൈനിക ശേഷി ഉള്ള രാജ്യമായതുകൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. യൂറോപ്പിലെ അതിപുരാതനമായ രാജ്യങ്ങളെ പോലും അത് ഭയപ്പെടുത്തുകയാണ്. അപ്പം 2 തരത്തിൽ സൃഷ്ടിക്കാം. ഒരു കാലത്ത് മധ്യകാല നൂറ്റാണ്ടുകളിലൊക്കെ മാർപ്പാപ്പമാരുടെ ജോലി ഇതായിരുന്നു. ഒരു പുതിയ മാർപ്പാപ്പ വന്നാൽ ദേ വോണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ വേൾഡ് ഓർഡർ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പോർച്ചുഗീസുകാർ വന്നത് അങ്ങനെയാണ്. കാരണം ലോകം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള അന്നത്തെ സങ്കല്പം അത് മാറിപ്പോയി കേട്ടോ. അപ്പോൾ
ഭൂഗോളത്തിൻ്റെ പടിഞ്ഞാറ് മുഴുവൻ സ്പാനിഷുകാർക്കും കിഴക്കോട്ട് പോർച്ചുഗീസുകാർക്കും നൽകിയിരിക്കുന്നു. നിങ്ങൾ കപ്പലോടിച്ച് ആ രാജ്യങ്ങളിലൊക്കെ ചെന്ന് അവിടെ കീഴടക്കി അവിടെ കൊള്ളയടിച്ച് കുറേ ആളുകളെയൊക്കെ സഭയിൽ ചേർത്ത് അത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ പുറകിലുണ്ട്. ഇതിനെ പത്രവാദം എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. പത്രവാദം എന്ന് പറഞ്ഞാൽ പേട്രണേജ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം ഈ ലോകത്തിൻ്റെ പേട്രണേജ് ഏറ്റെടുക്കുകയാണ്. രക്ഷാകർത്തൃത്വം മാർപ്പാപ്പ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ അന്നത്തെ വലിയ സൈനിക നാവിക ശക്തികളായ പോർച്ചുഗീസുകാരെയും സ്പാനിഷുകാരെയും ഏൽപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ കൊളോണിയൽ വ്യവസ്ഥ അങ്ങനെയാണ് 16-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നീട് വന്ന സാമ്രാജ്യ സമാനമായ അമേരിക്ക പോലുള്ള രാജ്യങ്ങളും അതിൻ്റെ പ്രസിഡന്റന്മാരുമാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. കർത്താവിൻ്റെ സമയത്ത് ഇതൊരു പ്രശ്നമായിരുന്നു. റോമാ സാമ്രാജ്യം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ പുതിയ ക്രമം സൃഷ്ടിക്കാൻ വേണ്ടി മുഴുവൻ ആക്രമിച്ച് കീഴടക്കുകയും സൈന്യങ്ങളെ അയക്കുകയും അവരുടെ ഭാഷയും സംസ്കാരവും അധികാരവും പുലർത്തുകയും ചെയ്തു. അതുകൊണ്ട് യഹൂദന്മാരൊക്കെ അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കഴിയുന്ന സമയമാണ് കർത്താവിൻ്റെ കാലമെന്ന് പറയുന്നത്. കർത്താവ് ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു പുതിയ ലോകക്രമം, നീതിയുള്ള ലോകം, സമാധാനമുള്ള ലോകം, സത്യമുള്ള ലോകം, ഇതാണ് ദൈവരാജ്യം എന്നുള്ള സങ്കല്പം. പിന്നീട് വളരെ വളരെ പ്രധാനമായിട്ട് എടുക്കപ്പെട്ടു. മൂന്നാമതായിട്ട് ഞാൻ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ഒരു സങ്കല്പം ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമാണ്. ഞാൻ സങ്കല്പമെന്ന് പറയുന്നത് മനഃപൂർവ്വം പറയുന്നതാണ്. കാരണം ചിലർ പറയും ഇത് വളരെ ഐഡിയലിസ്റ്റിക്കാണ്, ഇത് റൊമാൻറ്റിസൈസ് ചെയ്യുന്നതാണ്, ഇങ്ങനെ ഒരു ദൈവരാജ്യം ഉണ്ടാവുകയില്ല, മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായിട്ട് തിന്മയുള്ളവരാണ്, അവർ മോഷ്ടിക്കും, അവർ പരസ്പരം ചൂഷണം ചെയ്യും, അവർ ദേവാലയത്തിൻ്റെ ആണെങ്കിലും അമ്പലത്തിൻ്റെ ആണെങ്കിലും സ്വർണ്ണപ്പാളികൾ കടത്തും, അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ മറുവശത്ത് മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ ചിന്തിച്ചത് തിരിച്ചാണ്. ഇത് സാധ്യമാണ് എന്ന് പറയുകയും തൻ്റെ ജീവിതം മൂലം അത് കാണിക്കുകയും അന്നത്തെ മഹാശക്തിയായിരുന്ന ബ്രിട്ടീഷുകാരെ അവരുടെ ശക്തി മുട്ടുമടക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് ഇത് സാധ്യമാണ് എന്ന് പഠിപ്പിച്ചയാളാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മടുക്കരുത്. നിരന്തരമായ നമ്മുടെ ശ്രമം മൂലം, നമ്മുടെ സമർപ്പണം മൂലം ദൈവരാജ്യത്തെ ഈ ലോകത്തിൽ സൃഷ്ടിക്കാനും കൂടെ അതിനെ പുനരവലോകനം ചെയ്ത് അതിനെ അസസ് ചെയ്ത് എവിടെയാണ് കറപ്ഷൻ, എവിടെയാണ് കുഴപ്പം എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യണം. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ തൊബതനിൽ സഭയ്ക്ക് വേണ്ടിയും സഭയുടെ ഇടയന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഇങ്ങനെ ഞാനൊന്ന് ചൊല്ലുകയാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ സഭയിൽ നിന്ന് എല്ലാ തെറ്റായ ഉപദേശങ്ങളും മായ്ച്ചു കളഞ്ഞ് സത്യവും നീതിയും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന ഇടമായി അതിനെ രൂപാന്തരപ്പെടുത്തണമേ. അതിൻ്റെ ഇടയന്മാർക്ക് ഉത്തമവും ഫലപ്രദവുമായ ആയുസ് നൽകണമേ എന്നൊരു പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങൾക്കറിയാം, അതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സത്യവും നീതിയും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന ഒരിടം, എ സ്പേസ് വെയർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്, ലവ് ആൻഡ് കമ്പാഷൻ ഡ്വെൽ. അങ്ങനെ ഒരു സ്ഥാപനം, അങ്ങനെ ഒരു സ്ഥലം ലോകത്തിൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. അത് രാഷ്ട്രത്തിൻ്റെ തലത്തിൽ നോക്കിയാലും മതങ്ങളുടെ തലത്തിൽ നോക്കിയാലും സഭാ വ്യവസ്ഥകളിൽ നോക്കിയാലും വളരെ വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 3, 4, 2, 3 പേർ കൂടുന്നിടത്ത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. പക്ഷേ അതാണ് സഭയുടെ ദൗത്യം. ഈ ജൂബിലി ആശയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം അതാണ്. നിങ്ങൾ ക്രിസ്തീയ സഭയാകുമ്പോൾ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങൾ മറ്റുള്ളതിനെ പോലെയും അല്ല. ഒരു സപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത് അതാണ്. 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തണം. നിങ്ങൾ ഓർക്കുന്നുണ്ട് 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഈ ലോകത്തിന് അനുരൂപരാകരുത്, നോട്ട് ടു ബി കൺഫോംഡ്
ടു ദ സ്കീം ഓഫ് ദിസ് വേൾഡ്. ആ ഗ്രീക്ക് വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം സ്കീം എന്നും പാറ്റേൺ എന്നുമാണ്. ഇത് വേൾഡ് ഈസ് സ്കീമിങ്. ലോകം നമ്മുടെ അടുത്ത് അതിൻ്റെ ലോജിക്കുണ്ട്, അതിൻ്റെ അൽഗോരിതംസ് ഉണ്ട്. അതുമായിട്ട് വന്നിട്ട് ഒരു സ്കീം, ഒരു പാറ്റേൺ നമുക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ആ പാറ്റേണിൽ കൂടെ പോകാനായിട്ട്. വഴി തെളിച്ച് തരികയാണ്. നമ്മുടെ പല ആളുകളും വ്യക്തിപരമായിട്ട് അതിലെ പോകുന്നുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾ അതിലെ പോകുന്നുണ്ട്, മതങ്ങളും രാഷ്ട്രങ്ങളും അതിലെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മഹാത്മാഗാന്ധിയുടെ നിലപാടിന് ഞാനവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിലെ ഈ ലോകം തിരിച്ചു വരും. കാരണം ഇപ്പോഴത്തെ സസ്റ്റൈനബിലിറ്റി നോക്കിയാൽ, ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പരിസ്ഥിതി നോക്കിയാൽ ഇത് നിലനിൽക്കുകയില്ല. ഇത് നിലനിൽക്കുക സസ്റ്റൈനബിൾ അല്ല. ഇപ്പോഴത്തെ നമ്മുടെ ലോകവും നമ്മൾ പറയുന്ന ഈ വലിയ പുരോഗതിയും ഒന്നും സസ്റ്റൈനബിൾ അല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞാൻ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി ഇതാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ 2/3 വിസ്തൃതിയുള്ള രാജ്യമാണ്. മരുഭൂമിയാണ്, പക്ഷേ 2/3 വിസ്തൃതിയുണ്ട്. അവിടെയുള്ള കെട്ടിടങ്ങൾക്കൊന്നും സ്പേസ് ഒരു പ്രശ്നമല്ല. അവിടെ ലൂർ മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് അതിൻ്റെ UAE എന്തുമാത്രം മരുഭൂമിയെ സ്ഥലമാക്കി എടുക്കുകയാണ്. പക്ഷെ അവിടെ പോലും സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിലും ദുബായ് പോലുള്ള നഗരങ്ങളിലും ട്രാഫിക് ജാം കണ്ടപ്പോൾ ഇവിടെ ബോംബെയിലെ പോലെയോ ഡൽഹിയിലെ പോലെയുള്ള ഈ വാഹനത്തിരക്കും അതിൻ്റെ പ്രയാസങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇതാണോ പുരോഗതി? ഇവർക്ക് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഒരു വഴിയുണ്ടാക്കി. അവർ 8ഉം 10ഉം 16ഉം ഒക്കെ ലൈനുകളുള്ള വഴികൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. യൂറോപ്പിനേക്കാളും ഇപ്പോൾ ആധുനികമാണ് ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ അവിടെയും ഈ പ്രശ്നമുണ്ടാകുന്നു. ആളുകൾ വഴിയിൽ തങ്ങിക്കിടക്കാൻ ഇടവരുന്നു. അപ്പോൾ ഇത് പുരോഗതിയാണോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ നീതിയും സമാധാനവും സ്നേഹവും സത്യവും ഒക്കെ നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ഈ പാറ്റേണിലൂടെ പോയാൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, യു ഷുഡ് നോട്ട് ബി കൺഫോമിങ് ടു ദ സ്കീം ഓർ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. യു വിൽ നെവർ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. യു വിൽ ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ. പക്ഷെ നമുക്ക് സന്തോഷമാണ്, എല്ലാവർക്കും ഇത് ഏതാണ്ട് വലിയ സംഗതിയാണെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വളരെ ഗൗരവമായ ഒരു വിശകലനത്തിന് നമ്മൾ വിധേയമാക്കണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? വെയർ ആർ വി ഗോയിങ്? വാട്ട് ഈസ് അവർ ഡെസ്റ്റിനേഷൻ എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നിങ്ങളൊക്കെ GPS നോക്കുന്നവരാണ് അല്ലേ? GPS എടുത്ത് വെറുതെ ഓൺ ചെയ്താൽ ആകുകയില്ല. ആദ്യം പറയേണ്ടത് നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് പറയണം അതിനോട്, അല്ലേ? ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ വഴി കാണുന്നത്, അല്ലേ? ഇത് ഒരു ആധ്യാത്മികമായ തത്വമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കുട്ടികളുടെ വളർത്തുന്നതിലാണെങ്കിലും കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണെങ്കിലും സഭയുടെ ഭാവിയെക്കുറിച്ചാണെങ്കിലും ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണെങ്കിലും there should be a real rethinking as to the destination. Where are we moving to? അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വഴി അന്വേഷിക്കാം. നമുക്കൊരു നല്ല മാതൃകയുണ്ട്. മാർത്തോമാ ശ്ലീഹ കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നിടത്ത് നിങ്ങളും വരുമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ മാർത്തോമാ ശ്ലീഹയുടെ യുക്തി എത്ര ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ മാർത്തോമാ ശ്ലീഹ ചോദിക്കുക, നീ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല, അല്ലേ? പോകുന്നതെന്നറിയാതെ ഞങ്ങളെങ്ങനെയാണ് വരുന്നത്, അല്ലേ? സോ ഫിക്സ് എ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ദ റൂട്ട്സ് വിൽ ബി ക്ലിയർ ടു അസ്. അതുകൊണ്ട് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പിതാക്കന്മാർ എത്ര ഭംഗിയായി, എത്ര വലിയ ദർശനത്തോടു കൂടി കാര്യങ്ങൾ കണ്ടു. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല.